അതേ നമ്മളിന്ന് വെണ്ടക്ക വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് റെസിപ്പി ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് ചോറിന് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലാത്ത സമയത്ത് കഴിക്കാനും അതുപോലെ കുട്ടികൾക്ക് ലഞ്ചിനൊക്കെ കൊടുത്തു വിടാനൊക്കെ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെറിയ ടൈപ്പ് വെണ്ടയ്ക്കാണ് എടുത്തിട്ടുള്ളത്. നല്ല ഇളയ വെണ്ടക്ക എടുക്കട്ടോ, നല്ല പിഞ്ചായിട്ടുള്ള വെണ്ടക്ക എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഇതുപോലെ നടുക്കൊന്നിങ്ങനെ കീറി കൊടുക്കുകയാണ്. അപ്പം നമ്മൾ അതിൻ്റെ അകത്തൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി, അതുപോലെ കുറച്ച് ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ പൾസ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഇഞ്ചി കുത്തുന്ന അതിലിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചതച്ചെടുത്താലും മതി കേട്ടോ, ഒരുപാട് അങ്ങ് അരക്കരുത്, ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വെണ്ടയ്ക്കകത്ത് നന്നായിട്ടൊന്നിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഹോൾ ഇങ്ങനെ വെച്ച് നന്നായിട്ടൊന്നിങ്ങനെ തുറന്ന് വെച്ചതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് നന്നായിട്ട് ഫില്ല് ചെയ്ത് പിടിപ്പിക്കുക. നമ്മൾ ഈ പഴമൊക്കെ നിറയ്ക്കാറില്ല, അപ്പോൾ അതുപോലെ നിറച്ച് റെഡിയാക്കി എടുക്കുക കേട്ടോ. വെണ്ടയ്ക്ക നമ്മൾ സാധാരണ തന്നെ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ് ചോറിനൊക്കെ. നമ്മൾ പണ്ട് തൊട്ടേ സ്കൂളിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റാണ്, അരപ്പൊക്കെ വരുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മളെല്ലാം ഫില്ല് ചെയ്ത് റെഡിയാക്കി എന്നിട്ട് നമ്മളൊരു 10 മിനിറ്റ് നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എല്ലാ വെണ്ടയ്ക്കും ഇതുപോലെ ഒന്നിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സൈഡ് ഏകദേശം ഒന്നിങ്ങനെ മുരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ തിരിച്ചു മറിച്ച് വിട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആകുന്ന സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, നമ്മളെ കുട്ടി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെണ്ടക്ക നിറച്ച് ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇനി വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.